ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിൻ നിറവിലുള്ള ജീവിതം നയിക്കേണ്ടുന്നതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ദൈവവചനത്തിൽ നിന്ന് നിങ്ങളുമായിട്ട് പങ്കിടുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. ഇന്ന് നാം തിരുവചനത്തിലൂടെ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ആത്മനിറവിൻ ജീവിതം നയിക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 3 അടയാളങ്ങൾ അല്ലെങ്കിൽ 3 ലക്ഷണങ്ങൾ. ഇതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് പാപിയായ ഒരു വ്യക്തിക്ക് രക്ഷകനെക്കുറിച്ചുള്ള ബോധ്യം വരുത്തുന്നതും ദൈവ കൽപ്പനകളുടെ അനുസരണത്തിലേക്ക് നടത്തുന്നതും പരിശുദ്ധാത്മാവാണ്. കാരണം പരിശുദ്ധാത്മാവില്ലാതെ ഒരാൾക്കും യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാനോ മുന്നോട്ട് പോകാനോ കഴിയത്തില്ല. അങ്ങനെ രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനനം സംഭവിച്ച് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അകത്ത് വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ നടത്തുന്നു എന്നുള്ളതാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചിന്തിച്ചത്. ശക്തീകരിച്ച്, അതെ, ആത്മാവ് ആ വ്യക്തിയെ ശക്തീകരിച്ച് ശുശ്രൂഷകൾക്ക് വേണ്ടിയും ജയകരമായിട്ടുള്ള ക്രിസ്തീയ ജീവിതത്തിനും പര്യാപ്തമാക്കുന്നു. ആത്മനിറവിൻ ജീവിതത്തിലേക്ക് ഒരു വ്യക്തി എത്തിക്കഴിയുമ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും പാപത്തെ ജയിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സാക്ഷിയായി മുന്നോട്ട് പോകാനും നിത്യതയിലേക്ക് എത്തിച്ചേരുവാനും ഇടയായിത്തീരുന്നു. ഇതാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഐഹിക ശുശ്രൂഷ കാലത്തും ആമേൻ നമുക്കിത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്കൊക്കെ യേശു മടങ്ങി വന്നു എന്നുള്ള കാര്യങ്ങളടക്കം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ക്രിസ്തുവിൻ്റെ ഐഹിക ശുശ്രൂഷയിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് 3 കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാക്കി തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ തിരുവചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആത്മനിറവിൻ അനുഭവത്തിൽ പോകുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്ന 3 അടയാളങ്ങളാണ് ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നതെന്ന് ഞാൻ പ്രാരംഭമായിട്ട് പറഞ്ഞല്ലോ. പറ്റുമെങ്കിൽ ഒരു ബൈബിള് നിങ്ങളുടെ അടുത്തെടുത്ത് വെക്കുക, വായിക്കുക, ധ്യാനിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആത്മനിറവിലുള്ള ജീവിതത്തിന്റെ ധാരാളം അടയാളങ്ങൾ വേദപുസ്തകത്തിൽ കാണാനായിട്ട് പറ്റും. ഇന്ന് നമ്മൾ സമയത്തിന്റെ പരിമിതി കൊണ്ട് 3 കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്നാണ് നാം ചിന്തിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി പരിശുദ്ധാത്മാവിന്റെ പുസ്തകമെന്നാണ് ഈ പുസ്തകത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് നമ്മൾ പോവുകയാണ്. ഒന്നാമത്തേത്, അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചുവെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. അപ്പോൾ പരിശുദ്ധാത്മ നിറവിൻ്റെ പ്രകടമായ ഒരടയാളം എന്ന് പറയുന്നത് ദൈവവചനത്തിലേക്ക് മടങ്ങി വരും, ദൈവവചന ശുശ്രൂഷയ്ക്ക് പ്രാധാന്യം നൽകി കൊടുക്കും എന്നുള്ളതാണ്. പല സമയങ്ങളിലും ഈ ആത്മനിറവിലുള്ള അനുഭവങ്ങളെയൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ താഴെ വീഴ്ചയായി, ഉരുളിച്ചയായി, അസാധാരണമായ അനുഭവങ്ങളായിട്ടൊക്കെ വിശേഷിപ്പിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വചന ശുശ്രൂഷ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ തന്നെ 8-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ കർത്താവിനെ കുറിച്ച് പ്രസംഗിച്ച പത്രോസിനെ അടക്കമുള്ളവരെ പിടിച്ച് അവരെ തടവിലാക്കി മേലാൽ ഇനി ദൈവവചനം പ്രസംഗിക്കരുതെന്ന് പറഞ്ഞ് അവരെ വിലക്കി, അവരെ തർജ്ജനം ചെയ്തപ്പോൾ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നുവെന്ന് ധൈര്യത്തോടെ പറയുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യമാണ്. അങ്ങനെ അവരെ കുറച്ച് വാണിങ്ങുകളൊക്കെ കൊടുത്ത് വിട്ടയച്ചപ്പോൾ അവർ മടങ്ങി തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആദിമസഭയിലെ വിശ്വാസികളുടെ അരികിലേക്ക് വന്നപ്പോൾ ഇനിയും മേലാൽ യേശുവിനെ പ്രസംഗിക്കരുത്, ഇനിയും മേലാൽ സുവിശേഷം അറിയിക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ വെല്ലുവിളികളുടെ മുമ്പിൽ, ആ താക്കീതിൻ്റെ മുമ്പിൽ നിരാശപ്പെട്ടിരിക്കാതെ, ഭാരപ്പെട്ടിരിക്കാതെ ഒന്നിച്ച് ദൈവത്തോട് നിലവിളിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, അവിടെ കൂടിയിരുന്നവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായതിനു ശേഷം സംഭവിച്ചത് എന്താണെന്നറിയാമോ? 4-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു വായിച്ചാൽ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. കണ്ടോ? അപ്പോൾ യഥാർത്ഥമായ ഒരു ആത്മനിറവ് വചനത്തിലേക്ക് മടക്കി കൊണ്ടുവരുത്തും.
വചനം പ്രസംഗിക്കുന്നതിലേക്ക് ഒരു വ്യക്തി എത്തും. നിങ്ങൾ നിശ്ചയമായും ദൈവാത്മാവിനാൽ നിറയപ്പെട്ടെങ്കിൽ വചനത്തിന്റെ ആഴമായ മർമ്മങ്ങളെ ദൈവം നിങ്ങളോട് സംസാരിക്കുകയും അത് നിങ്ങളുടെ ദൈവവചന ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ശുശ്രൂഷകളിൽ മാറ്റമുണ്ടാകും. ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരം നിങ്ങൾക്കുണ്ടാകും. മറ്റുള്ളവരോട് ദൈവവചനം പറയാനായിട്ട് നമുക്ക് പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഈ പ്രതിസന്ധികളൊന്നും അവരെ തളർത്തിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ഒന്നാമത് മനസ്സിലാക്കുക, ആത്മനിറവിന്റെ പ്രകടമായ അടയാളങ്ങളിൽ ഒന്ന് വചനത്തിലേക്ക് മടങ്ങി വരും, ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ തുടങ്ങും, ദൈവവചനം പ്രസംഗിക്കാൻ തുടങ്ങും. ഇന്ന് ദൈവവചനത്തിന് പകരം മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് തമാശയും കാര്യങ്ങളും കർണരസമാകുന്ന സംഗതികളുമൊക്കെ കേട്ട് ജനത്തെ ഒരു വല്ലാത്ത അവസ്ഥയിലാക്കി, വചനമാണോ എന്താണ് സത്യമെന്ന് അറിയാത്ത ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം പറയട്ടെ, ഈ നാളുകളിൽ വചനത്തിലേക്ക് മടങ്ങി വരിക. ദൈവവചന ശുശ്രൂഷയ്ക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ ഒരു സ്പിരിറ്റ് ഫിൽഡ് ലൈഫിലേക്ക് കൊണ്ടുവന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് വചനം ആ വ്യക്തിയോട് ഇടപെടും. ആ വ്യക്തി ദൈവവചനത്തെ ആഴത്തിൽ അതെ പ്രസംഗിക്കാൻ തുടങ്ങും, മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കാൻ തുടങ്ങും. ആ നിലയിൽ ദൈവത്തിന്റെ ആത്മാവ് ആ വ്യക്തിയെ ശക്തീകരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒന്ന്, ദൈവവചനത്തിലേക്ക് മടങ്ങി വരും, വചന ശുശ്രൂഷയിലേക്ക് പോകും. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കറിയാം, അവിടെ ഭക്ഷണ സംബന്ധമായ ചില പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ അപ്പോസ്തോലന്മാർ 7 പേരെ മേശമേൽ ശുശ്രൂഷിക്കുവാനായിട്ടാക്കി. അവര് അന്നത്തെ കാലത്തെ അപ്പോസ്തോലന്മാർക്ക് തുല്യരായ സ്ഥാനത്തിൽ ഉള്ളവരായിരുന്നില്ല. അവര് സഭയുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ നോക്കാനായിട്ട് അങ്ങനെയുള്ള സെർവിങ് ഓൺ ദ ടേബിൾ സർവീസിന് വേണ്ടി വിളിക്കപ്പെട്ട ആളുകളായിരുന്നു. പക്ഷെ അവരിൽ ഒരാളെ കുറിച്ച് എഴുതിയിരിക്കും, അവരെല്ലാവരും പരിശുദ്ധാത്മാവും ഉള്ളവരും അല്ലെങ്കിൽ ആത്മാവ് നിറഞ്ഞവരും സാക്ഷിയുള്ളവരുമായിരുന്നു. പക്ഷെ ഇതിൻ്റെ അകത്ത് ഒരു വ്യക്തിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആ വ്യക്തി സ്തേഫാനോസ് ആണ്. സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആത്മനിറവിന്റെ അനുഭവത്തിൽ അദ്ദേഹം മുന്നോട്ട് പോയപ്പോൾ സംഭവിച്ചത് എന്താണെന്നറിയാമോ? അദ്ദേഹം മേശമേൽ നിന്നുള്ള ആ ശുശ്രൂഷകളെല്ലാം മാറ്റിവെച്ചിട്ട് അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഇറങ്ങി പുറത്തുള്ളവരോട് തർക്കിക്കാൻ തുടങ്ങി, പ്രസംഗിക്കാൻ തുടങ്ങി, യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം നടത്തിയ വളരെ ശക്തമായ ഒരു പ്രഭാഷണം അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ, അദ്ദേഹത്തിന്റെ ആ ശുശ്രൂഷകൾ നിങ്ങളൊന്ന് കേട്ടുകൊള്ളുക. എത്ര ശക്തമായി അദ്ദേഹം ദൈവവചനം പ്രസംഗിച്ചു. അപ്പോൾ ആത്മാവ് വന്നപ്പോൾ, ആത്മനിറവിലേക്ക് വന്നപ്പോൾ ദൈവവചനം പ്രസംഗിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ ലെവല് പോലും മാറി. അപ്പം ദൈവത്തിന്റെ ആത്മാവ് വന്നാൽ നമ്മുടെ അവസ്ഥകൾ, മേഖലകളൊക്കെ മാറ്റപ്പെടും. ദൈവം അതിനുള്ള വഴികളിലേക്ക് എത്തും. പക്ഷെ അതിൻ്റെ അകത്ത് ഞാൻ പറയാനായിട്ട് വന്നത്, ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റാണ് ആത്മനിറവിന്റെ രണ്ടാമത്തെ അടയാളം എന്ന് പറയുന്നത്. 7-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ഇദ്ദേഹത്തിന്റെ ഈ ശുശ്രൂഷ കേട്ടപ്പോൾ, പ്രസംഗം കേട്ടപ്പോൾ കേട്ടുകൊണ്ടിരുന്നവർ പല്ല് കടിച്ചു, കോപ പരവശരായി, അദ്ദേഹത്തെ കൊല്ലാനുള്ള ദേഷ്യത്തോടുകൂടെ വരുമ്പോൾ അദ്ദേഹം പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് നോക്കി ദൈവമഹത്വം കണ്ടു, പിതാവിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു. പിന്നീട് നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ തള്ളി പുറത്തു കൊണ്ടുവന്ന് അദ്ദേഹത്തെ കൊന്നുകളയുകയാണ്. ഇല്ലേ? ദാരുണമായി അദ്ദേഹം മരണപ്പെടുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ ഇത്രയധികം ആളുകൾ തനിക്ക് നേരെ വന്നിട്ടും പല്ല് കടിച്ചിട്ടും കോപപരവശരായിട്ടും ആത്മനിറവുള്ളവൻ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ ആ പ്രശ്നത്തെ കാണാതെ ദൈവമഹത്വത്തെ കാണാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവ് ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ, ആത്മപൂർണതയിലാണ് ഒരു വ്യക്തി ജീവിക്കുന്നതെങ്കിൽ, ഈ ലോകം മുഴുവനും അവനെതിരെ വന്നാലും അത് അവനൊരു കാര്യമേ അല്ല. അതിൻ്റെ അകത്ത് ദൈവമഹത്വത്തെ കാണും, ദൈവ തേജസ്സിനെ കാണും. പ്രൈസ് ദി ലോർഡ്. ഈ 1-ാം നൂറ്റാണ്ടിലെയും 2-ാം നൂറ്റാണ്ടിലെയും ഒക്കെ ഈ കോൺസ്റ്റന്റൈൻ്റെ ഈ മാനസാന്തരത്തിന് ശേഷം ഈ ക്രൈസ്തവ സഭ ഒരു രാജകീയ മതമാകുന്നതിന് മുമ്പുള്ള ക്രൈസ്തവ സഭയുടെ ചരിത്രം നമ്മൾ പഠിച്ചാൽ കണ്ണുനീരോടെ മാത്രമേ നമുക്കത് കേൾക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇല്ലേ? എന്തുമാത്രം വിശുദ്ധന്മാരാണ്, ദൈവഭക്തന്മാരാണ് രക്തസാക്ഷികളാക്കപ്പെട്ടത്, ദാരുണമായി മരണപ്പെട്ടത്. അവരോടൊക്കെ കൈസർ ഒരു ദൈവമാണെന്നൊരൊറ്റ വാക്കിൽ ഏറ്റുപറയാൻ പറഞ്ഞപ്പോൾ അവരൊന്നും ഏറ്റുപറയാതെ സധൈര്യം അതെ മരണത്തെ വരിച്ചത്, രക്തസാക്ഷികളായി തീർന്നത് ഒറ്റ കാരണം കൊണ്ടാണ്. അവർ ആത്മാവ് നിറഞ്ഞവരായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആമേൻ, ആത്മനിറവിൻ്റെ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ എത്തിയാൽ
നമുക്കൊരു അസാധാരണമായ ധൈര്യം നമുക്കുണ്ടാകും. നമ്മൾ ചിന്തിക്കും എങ്ങനെയാണെന്നില്ലേ. എനിക്കൊരു അനുഭവം പറയാനായിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ തമിഴ്നാട്ടിൽ ഒരു സ്ഥലത്ത് കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അവിടെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ ഒരു 150-ലധികം ആളുകൾ വന്ന് ഞങ്ങളെ വളഞ്ഞ് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലാക്കി. വലിയ പ്രശ്നം ഉണ്ടായപ്പോഴും ആ സമയത്ത് ഞങ്ങൾ 10-12 ദൈവദാസന്മാരുണ്ടായിരുന്നു. ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. കുറച്ച് ട്രാക്റ്റ് കൊടുത്തു, ബൈബിൾ കൊടുത്തു, അത്രയേ ഉള്ളൂ. വലിയ പ്രശ്നമുണ്ടായി. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് വളരെ ചുരുക്കമായിട്ട് ഞാനത് വിവരിക്കാം. ആ സമയത്ത് അസാധാരണമായൊരു ധൈര്യം ഞങ്ങളുടെ എല്ലാം ഉള്ളിലുണ്ടായിരുന്നു. ഞങ്ങൾക്കെതിരെ KCR ചെയ്യുമെന്ന് പറഞ്ഞു. ഭയങ്കര പ്രശ്നങ്ങളായി. ഞാനതെല്ലാം ഒന്നും പറയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ ചില പ്രത്യേക സാഹചര്യത്തിൽ ദൈവം നമുക്ക് അസാധാരണമായൊരു ബലം തരും അതിനെ ഓവർകം ചെയ്യാൻ. ഇത് ദൈവത്തിൻ്റെ ആത്മാവാണ് നമുക്ക് നൽകി തരുന്നത്. അപ്പോൾ പ്രതിസന്ധികൾക്കകത്ത്, കഷ്ടതകൾക്കകത്ത് ദൈവത്തെ കാണാൻ പറ്റും, ദൈവമഹത്വം കാണാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. ആത്മനിറവിൻ്റെ രണ്ടാമത്തെ അടയാളങ്ങൾ. മൂന്നാമത്തേത്, അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ബർന്നബാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് കാണാനായിട്ട് പറ്റും. ഈ ബർന്നബാസിനെ കുറിച്ചുള്ള വിശേഷണം എന്ന് പറയുന്നത് 11-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യമാണ്. അദ്ദേഹം നല്ല മനുഷ്യനും ആത്മാവിൽ നിറഞ്ഞവനും നല്ല സാക്ഷ്യമുള്ളവനുമായിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇല്ലേ, അദ്ദേഹത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നതാണ് നല്ല മനുഷ്യനായിരുന്നു, ആത്മാവ് നിറഞ്ഞവനായിരുന്നു എന്നാണ്. അപ്പോൾ ഈ ആത്മാവ് നിറഞ്ഞ ഈ ബർന്നബാസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എന്താണെന്നറിയാമോ? അവിടെ എഴുതിയിരിക്കുന്നത് വളരെ ജനം കർത്താവിനോടുകൂടെ ചേർന്നു. നമ്മൾ ആത്മനിറവിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മളിലൂടെ ദൈവമഹത്വം വെളിപ്പെടും. ഒരുപാട് പേര് രൂപാന്തരത്തിലേക്ക് വരും, കർത്താവിങ്കിലേക്ക് വരും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിലരൊക്കെ മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിച്ചു, ഈ ആത്മനിറവിന്റെ അനുഭവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പരിശുദ്ധാത്മ പൂർണ്ണതയുടെ അനുഭവം നിർബന്ധമുള്ളതാണ്. അതെ. അപ്പം ഇതിനെ ഒരു ഉപദേശമായിട്ടോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലോ നമ്മൾ വചനത്തിൽ നിന്ന് ഞാൻ പറയാനായിട്ടല്ല. ഞാൻ ഇതിനെ പറയുന്നത് നമ്മുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ആത്മപൂർണതയുടെ ആത്മാവിനാൽ നിറഞ്ഞൊരു അനുഭവത്തിലാണെങ്കിൽ നമ്മൾ ഫലപ്രദമായി ദൈവത്തിന്റെ കൈകളിൽ ഉപയോഗിക്കപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. മുൻകാലങ്ങളിലേക്കാൾ നമ്മളിലൂടെ ജീവിതങ്ങളിൽ രൂപാന്തരപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അന്ത്യോക്യ സഭയിൽ ഒരുപാട് പേര് കർത്താവിങ്കിലേക്ക് ചേർന്നതിന്റെ കാരണം ഇത്തരത്തിലുള്ള ആത്മ നിറവിലുള്ള വ്യക്തികളായിരുന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ ആത്മാവിൽ ആണ് നാം മുൻപോട്ട് പോകുന്നതെങ്കിൽ ആത്മീക ഫലങ്ങൾ നമ്മളിൽ നിന്ന് പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കും. ഇനി അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഇതിനോട് ചേർന്ന് ഞാൻ പറയാം. പൗലോസ് എന്ന് പറയുന്ന വ്യക്തിയെ തർസോസിൽ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് അന്ത്യോക്യയിലേക്ക് കൊണ്ടുവന്നത് ഈ ബർന്നബാസ് ആയിരുന്നു. 11-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീടാണ് ഇവർ ഒന്നിച്ചു ഉപവസിക്കുന്നതും ദൈവത്തിന് സ്തോത്രം 3 മിഷനറി യാത്രകൾ നടത്തപ്പെടുന്നതും എല്ലാം. അപ്പൊ ഈ പൗലോസ് എന്ന് പറയുന്ന ഒരാളെ പോയി കണ്ടുപിടിച്ച് കൊണ്ടുവന്ന വ്യക്തിയാണ്. ഞാനൊരു കാര്യം പറയാം, ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവിലാണ് നമ്മളെങ്കിൽ ചിലരെയൊക്കെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് പറ്റും. ഇന്നത്തെ കാലത്ത് വെട്ടിയിടുന്നു, വാക്കുകൾ കൊണ്ട് മുറിക്കുന്നു, അടിച്ചിടുന്നു. നിങ്ങൾ ഈ ചാനലിലെ മെസ്സേജുകൾ കേട്ടാൽ നിങ്ങൾക്കറിയാം, ആരെയും ക്രിട്ടിസൈസ് ചെയ്യാനോ ഒരാളെയും വേദനിപ്പിക്കാനോ ഒരു പ്രാവശ്യം പോലും ഞാൻ ശ്രമിച്ചിട്ടില്ല. കാരണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇല്ലേ? വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തുന്നു, അടിച്ചിടുന്നു, എന്തെല്ലാം കാര്യങ്ങളാണ് ഓരോ സമൂഹങ്ങളിൽ നടക്കുന്നത്. പോകട്ടെ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ആത്മാവില്ലാത്തതിൻ്റെ ലക്ഷണമാണത്. ആത്മാവുള്ളവൻ മറ്റൊരുത്തനെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുത്തും, പ്രയോജനമുള്ളവനെ കണ്ടെത്തി ആ സ്ഥാനത്താക്കും. ദൈവത്തിന് സ്തോത്രം. അവസരങ്ങൾ വെച്ച് നീട്ടും, വളരാൻ അനുവദിക്കും. കർത്താവിന് മഹത്വം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിർത്തുകയാണ്. മൂന്നാമത്തേത്, ആത്മനിറവുണ്ടെങ്കിൽ നാം മറ്റുള്ളവർക്ക് പ്രയോജനമായി തീരും. അവിടെ എഴുതിയിരിക്കുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു അല്ലേ? നമുക്കൊരു നല്ല മനുഷ്യരാകാം. ദൈവത്തിന് സ്തോത്രം. സമൂഹത്തിന് കൊള്ളാവുന്നവരായി മാറാം, മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നവരായി നമുക്ക് മാറാം, മറ്റുള്ളവരെ അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന, മറ്റുള്ളവരെ വെട്ടിവീഴ്ത്തുന്നല്ല അല്ലേ? ഈ ചിലരൊക്കെ ഈ വാക്കുകൾ കൊണ്ടൊക്കെ ഭയങ്കര ഷാർപ്പാണ് ചിലരുടെ വാക്കുകൾ, മുറിപ്പെടുത്തുന്നതാണ് വാക്കുകൾ. പക്ഷെ എൻ്റെയും നിങ്ങളുടെയും വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവരെ മുറിപ്പെടുത്താതെ മറ്റുള്ളവരെ കരം പിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുവാനിടയായി തീരട്ടെ. നിങ്ങൾ ആ 11-ാം അധ്യായം നിങ്ങളൊന്ന് വായിക്കുക, ഇല്ലേ? ഞാൻ ചെറിയ കാര്യത്തിലാണ് ഇത് പറഞ്ഞത്. നിങ്ങൾക്ക് അത്രയും അതിന്റെ ഗൗരവം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളൊന്ന് എടുത്ത് വായിച്ചു നോക്കൂ. പൗലോസ് എന്ന് പറയുന്ന വ്യക്തിയെ അന്ത്യോക്യയിലേക്ക് കൊണ്ടുവന്ന് അവിടെ ആക്കാൻ പ്രധാനപ്പെട്ട ഒരു റോളിലേക്ക് പോയത്
റോൾ അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വം എടുത്തത് ബർണബാസാണ്. അതിൻ്റെ റിസൾട്ട് ഉണ്ടായില്ലേ? ഉണ്ടായി. ദൈവം നമ്മെ സഹായിക്കട്ടെ. 3 അടയാളങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞത്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.